ഹിമാനികൾ എന്നാൽ എന്താണ്? അതെങ്ങനെയാണ് രൂപപ്പെടുന്നത്? ലോകത്തിലെ പ്രശസ്തമായ ഹിമാനികൾ ഏവ? ഹിമാനികളുടെ കൗതുകകരമായ കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സൂക്ഷ്മമായി ചലിക്കുന്ന വലിയ മഞ്ഞുപാളികളെയാണ് ഹിമാനികൾ എന്ന് പറയുന്നത്. ഉയർന്ന പർവ്വത പ്രദേശങ്ങളിലും ധ്രുവപ്രദേശങ്ങളിലുമാണ് ഇവ പ്രധാനമായും കാണപ്പെടുന്നത്. ഭൂമിയിലെ ശുദ്ധജലത്തിന്റെ ഏറ്റവും വലിയ സംഭരണികളിലൊന്നാണ് ഹിമാനികൾ. ഹിമാനികൾ എങ്ങനെ രൂപപ്പെടുന്നു? ഹിമാനികൾ രൂപപ്പെടാൻ ആയിരക്കണക്കിന് വർഷങ്ങളെടുക്കും. തുടർച്ചയായി മഞ്ഞ് വീഴുകയും അത് ഉരുകിപ്പോകാതെ അടിഞ്ഞുകൂടുകയും ചെയ്യുമ്പോഴാണ് ഇവയുടെ രൂപീകരണം ആരംഭിക്കുന്നത്. വർഷം തോറും മഞ്ഞ് വീഴുകയും വേനൽക്കാലത്ത് ഉരുകിപ്പോകാതെ അടിഞ്ഞുകൂടുകയും ചെയ്യുന്ന പ്രദേശങ്ങളിൽ ഹിമാനികൾക്ക് തുടക്കമിടുന്നു. അടിഞ്ഞുകൂടുന്ന മഞ്ഞിന്റെ ഭാരം താഴെയുള്ള മഞ്ഞുകണങ്ങളെ വലിയ സമ്മർദ്ദത്തിലാക്കുന്നു. ഈ സമ്മർദ്ദം കാരണം മഞ്ഞുകണങ്ങളിലെ വായു പുറത്തുപോവുകയും അവ കട്ടിയുള്ള ഐസായി മാറുകയും ചെയ്യുന്നു. ഇതിനെ ഫേൻ എന്ന് പറയുന്നു. വർഷങ്ങൾ കഴിയുമ്പോൾ ഫേൻ കൂടുതൽ കട്ടിയുള്ളതും സാന്ദ്രതയേറിയതുമായ ഹിമാനി ഐസായി മാറുന്നു. ഇതിന് സാധാരണ ഐസിനേക്കാൾ സാന്ദ്രത കൂടുതലായിരിക്കും, കാരണം വായുവിന്റെ അംശം കുറവാണ്. ആവശ്യത്തിന് കനം കൂടുമ്പോൾ ഗുരുത്വാകർഷണ ബലം കാരണം ഈ ഐസ് പാളി പതുക്കെ താഴേക്ക് ഒഴുകാൻ തുടങ്ങും. ദിവസേന ഏതാനും സെന്റിമീറ്റർ മുതൽ 1 മീറ്റർ വരെ ഹിമാനികൾക്ക് ചലിക്കാൻ കഴിയും. ഹിമാനികളുടെ പ്രാധാന്യം: 1. ഭൂമിയിലെ ഏറ്റവും വലിയ ശുദ്ധജല സംഭരണികളാണ് ഹിമാനികൾ. ഇവ ഉരുകിയൊഴുകുന്ന ജലം നദികളായും തടാകങ്ങളായും മാറുന്നു. ഇത് കൃഷി, കുടിവെള്ളം, ജലവൈദ്യുത ഉൽപ്പാദനം എന്നിവയ്ക്ക് ഉപയോഗിക്കുന്നു. ഹിമാനികൾ ഭൂമിയുടെ താപനിലയെ നിയന്ത്രിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. അവ സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുകയും ഭൂമി തണുപ്പിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രധാന സൂചകങ്ങളാണ് ഹിമാനികൾ. ആഗോളതാപനം കാരണം ഹിമാനികൾ അതിവേഗം ഉരുകുന്നത് സമുദ്രനിരപ്പ് ഉയർത്താനും പ്രാദേശിക ആവാസ വ്യവസ്ഥകളെയും ജനവാസ കേന്ദ്രങ്ങളെയും ബാധിക്കാനും സാധ്യതയുണ്ട്. ഹിമാനികൾ ചലിക്കുന്നതിലൂടെ മലയിടുക്കുകൾ, താഴ്വരകൾ, തടാകങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി ഭൂരൂപങ്ങൾ രൂപപ്പെടുന്നു. പ്രധാനമായും ഹിമാനികളെ അവയുടെ രൂപീകരണവും സ്ഥാനവും അനുസരിച്ച് രണ്ടായി തിരിക്കാം. ഭൂഖണ്ഡ ഹിമാനികൾ അഥവാ കോണ്ടിനെന്റൽ ഗ്ലേഷ്യേഴ്സ്. ധ്രുവപ്രദേശങ്ങളിൽ വലിയ ഭൂപ്രദേശങ്ങളെ മൂടിക്കിടക്കുന്ന ഐസ് പാളികളാണിവ. ഉദാഹരണത്തിന് ഗ്രീൻലാൻഡിലെയും അന്റാർട്ടിക്കയിലെയും ഐസ് ഷീറ്റുകൾ. പർവ്വത ഹിമാനികൾ അഥവാ മൗണ്ടൻ ആൽപൈൻ ഗ്ലേഷ്യേഴ്സ്. ഉയർന്ന പർവ്വതനിരകളിൽ താഴ്വരകളിലൂടെ ഒഴുകുന്ന ഹിമാനികളാണിവ. ഹിമാലയം, ആൽപ്സ് തുടങ്ങിയ പർവ്വതനിരകളിൽ ഇവ ധാരാളമായി കാണപ്പെടുന്നു. ഹിമാനികൾ ഭൂമിയുടെ ഒരു പ്രധാന ഭാഗമാണ്. അവയുടെ നിലനിൽപ്പ് നമ്മുടെ ഗ്രഹത്തിന്റെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തവും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതുമായ ഹിമാനികളിൽ ചിലത് ഇനി പറയുന്നവയാണ്. 1. പെരിട്ടോ മൊറേനോ ഹിമാനി, അർജന്റീന. ഇത് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഹിമാനികളിൽ ഒന്നാണ്. അർജന്റീനയിലെ ലോസ് ഗ്ലേഷ്യേഴ്സ് നാഷണൽ പാർക്കിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പ്രത്യേകത: ലോകത്ത് ചുരുക്കം ചില ഹിമാനികൾ മാത്രമേ പിന്നോട്ട് പോകാതെ മുന്നോട്ട് സഞ്ചരിക്കുന്നുള്ളൂ. അതിലൊന്നാണ് പെരിട്ടോ മൊറേനോ. ഇതിന്റെ വലിയ ഐസ് ബ്ലോക്കുകൾ തടാകത്തിലേക്ക് അടർന്നു വീഴുന്നത് കാണാൻ ലോകമെമ്പാടും നിന്നും ആളുകൾ എത്തുന്നു. 2. ഖുംബു ഗ്ലേഷ്യർ, നേപ്പാൾ. ഇത് എവറസ്റ്റ് കൊടുമുടി കീഴടക്കാൻ പോകുന്ന പർവ്വതാരോഹകർക്ക് എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്കുള്ള വഴിയിൽ ഈ ഹിമാനിയുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഹിമാനികളിൽ ഒന്നാണിത്. ഇതിന്റെ അപകടകരമായ ഖുംബു ഐസ് ഫോൾ വളരെ പ്രശസ്തമാണ്. 3. സിയാച്ചിൻ ഗ്ലേഷ്യർ, ഇന്ത്യ, പാകിസ്ഥാൻ. ഭൂമിയുടെ ധ്രുവപ്രദേശങ്ങൾക്ക് പുറത്തുള്ള ഏറ്റവും വലിയ ഹിമാനികളിൽ ഒന്നാണിത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമി എന്ന നിലയിലും ഇത് പ്രശസ്തമാണ്. 4. അലക്സ് ഗ്ലേഷ്യർ, സ്വിറ്റ്സർലാൻഡ്. ആൽപ്സിലെ ഏറ്റവും വലിയ ഹിമാനിയാണിത്. യുനെസ്കോ ലോക പൈതൃക സ്ഥലങ്ങളിൽ ഉൾപ്പെടുന്ന ഒന്നാണിത്. മനോഹരമായ കാഴ്ചകൾക്കും ട്രക്കിങ്ങിലും ഇത് പേരുകേട്ടതാണ്. 5. ഹബ്ബാർഡ് ഗ്ലേഷ്യർ, അലാസ്ക, USA. വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ ടൈഡ് വാട്ടർ ഗ്ലേഷ്യറുകളിൽ ഒന്നാണിത്. വലിയ ഐസ് ബ്ലോക്കുകൾ കടലിലേക്ക് തകർന്നു വീഴുന്ന കാഴ്ച ഇവിടെ സാധാരണമാണ്. ഈ ഹിമാനികളെല്ലാം അവയുടെ പ്രത്യേകതകൾ കൊണ്ടും ഭംഗി കൊണ്ടും ലോകമെമ്പാടുമുള്ള ആളുകൾക്കിടയിൽ പ്രശസ്തമാണ്.